സംസ്ഥാനത്ത് ശക്തമായ ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യത. ഉച്ചയ്ക്ക് ശേഷം കനത്ത കാറ്റും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, സംസ്ഥാനത്ത് വേനൽ മഴ കടുത്ത ദിവസവും ശക്തമായിരുന്നു. ഇനിയും മഴ ശക്തമായി ഉണ്ടാകും, അങ്ങനെ തന്നെയല്ലേ കാലാവസ്ഥാ മുന്നറിയിപ്പ്? കാരണം ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ള മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഇത് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അറബിക്കടലിൽ നിന്നുള്ള പടിഞ്ഞാറൻ കാറ്റും ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള കിഴക്കൻ കാറ്റിന്റെയും സംയോജനം മൂലമാണ് ഇത്തരത്തിൽ ശക്തമായ ഇടിമിന്നലും കാറ്റോടുകൂടിയ മഴയ്ക്കുമുള്ള സാധ്യത പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷം കിഴക്കൻ മേഖലകളിൽ കേന്ദ്രീകരിച്ച് പിന്നീട് ഇടനാട് തീരപ്രദേശങ്ങളിലേക്കും ഈ രീതിയിൽ ഇടിമിന്നലും കാറ്റും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യവുമുണ്ട്. പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇത്തരത്തിൽ യെല്ലോ അലർട്ട് ഉള്ളത്. വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള ശക്തമായ കാറ്റിനുമാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസവും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രീതിയിൽ മഴ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ചിലയിടങ്ങളിൽ ആലിപ്പഴം പൊഴിയുന്നത് പോലെയുള്ള പ്രതിഭാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. കനത്ത കാറ്റിലും വേനൽ മഴയിലുമൊക്കെ കോട്ടയത്തും സമീപ പ്രദേശങ്ങളിലുമൊക്കെ ചെറിയ നാശനഷ്ടങ്ങളുമൊക്കെ ഉണ്ടായതായി നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ രീതിയിൽ തന്നെ കാലാവസ്ഥയിൽ ഇത്തരത്തിലൊരു കനത്ത ചൂട് നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു വേനൽ മഴ അത് കൂടുതൽ ശക്തമാകുന്ന സാഹചര്യം കൂടിയാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. എന്തായാലും ഇടിമിന്നൽ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ അറിയിക്കുന്നത്. വിനോദ്, സംസ്ഥാനത്ത് ഉച്ചയ്ക്ക് ശേഷം ഇന്നും നാളെയും ശക്തമായ മഴ, അതും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ട് നൽകുകയാണ്. കാലാവസ്ഥാ വകുപ്പിൽ നിന്നാണ് ഈ വിവരം ലഭിക്കുന്നത്. റിപ്പോർട്ട് നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.